Hello children, let's do the remaining problems in the textbook, page number 9. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലംസിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. See the question number 8. A car covers 98 km in an hour. How many kilometers will it cover in 11 hours if it moves at the same speed? ഒരു കാറ് ഒരു മണിക്കൂറിൽ ഒരു അവറിൽ 98 കിലോമീറ്റർ ആണ് പോവുക. ഓക്കെ, ഈ സെയിം കാറ് സെയിം സ്പീഡിൽ തന്നെ 11 അവേഴ്സിൽ എത്ര ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു അവറിൽ 98 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 11 അവേഴ്സിൽ എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടാവും? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് all of you write the question in your notebook and write the answer. ആദ്യം നമുക്ക് സ്റ്റെപ്പ് എഴുതണം. ഓക്കെ, the first step will be distance covered by the car in 1 hour. ഒരു അവറിൽ ആ കാറ് പോയിട്ടുള്ള ദൂരം is equal to എത്രയാണ് തന്നിട്ടുള്ളത്? 98. ഓക്കെ, 98 കിലോമീറ്റർ. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 11 അവേഴ്സിൽ എത്ര പോയിട്ടുണ്ടാവുന്നതാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ 11 hours is equal to 1 അവറിൽ 98 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 11 അവേഴ്സ് കാണാൻ ഇൻറ്റു 11 ചെയ്താൽ മതി അല്ലേ? 98 ഇൻറ്റു 11. ലെറ്റ്സ് ഫൈൻഡ് 98 ഇൻറ്റു 11. 1 ഇൻറ്റു 8 ഈസ് 8. 1 ഇൻറ്റു 9 ഈസ് 9. Then next 1 into 8 is 8 and 1 into 9 is 9. Now add 8. 9 plus 8 is 17. 17 plus 7 ഇവിടെ എഴുതി and 1 write as carry over. 1 plus 9 is 10. So the answer is 1078. 1078 kilometer. ഓക്കെ, അപ്പോൾ ആ കാറ് 11 അവേഴ്സിൽ 1078 കിലോമീറ്റർ ദൂരം പോകും. Now see the 9th question. A baker bakes 63 loaves of bread a day. How many loaves of bread will he bake in 2 weeks? ഒരു ബേക്കർ 63 ലോവ്സ് ഓഫ് ബ്രെഡ് ആണ് ഒരു ദിവസം ബേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു ദിവസം 63 ലോവ്സ് ഓഫ് ബ്രെഡ്. ലോവ്സ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യാതെ വാങ്ങുന്ന ഫുൾ ബ്രെഡ് പീസില്ലേ, അതിനെ പറയുന്നതാണ് ലോവ്സ് ഓഫ് ബ്രെഡ്. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ബേക്കർ ബേക്ക് ചെയ്യുന്നത് 63 ലോവ്സ് ഓഫ് ബ്രെഡാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2 വീക്സിൽ എത്ര ലോവ്സ് ഓഫ് ബ്രെഡ് ബേക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തെയാണ് ഇവിടെ തന്നിട്ടുള്ളത് 63. നമുക്കിവിടെ 2 വീക്സിൻ്റെ ആണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എഴുതാം. സോ ഓൾ ഓഫ് യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദി ആൻസർ. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റെപ്പ് എഴുതാം. എന്താണ്? ഒരു ദിവസം എത്ര ബ്രെഡ് ബേക്ക് ചെയ്യുന്നു? നമ്പർ ഓഫ് ലോവ്സ് ഓഫ് ബ്രെഡ് ബേക്സ് ഇൻ എ ഡേ ഈസ് ഈക്വൽ ടു 63. ഒരു ദിവസം 63 ആണ്. ഇനി നമുക്ക് കാണാനുള്ളത് 2 വീക്സ് ആണ്. നമുക്ക് ഒരു ഡേയുടെ ആണ് തന്നിട്ടുള്ളത്, നമുക്ക് വീക്കിൻ്റെ ആണ് കാണാനുള്ളത്. അപ്പോൾ 2 വീക്സിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ഡേയ്സ് നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കറിയാം 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഡേയ്സ്? 7 ഡേയ്സ്. ഓക്കെ, സോ അപ്പോൾ 2 വീക്സിൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 7 + 7 14 ഡേയ്സ്. ഓക്കെ, അപ്പോൾ 1 വീക്കിൽ 7 ഡേയ്സ് ആണ്, 2 വീക്സിൽ 14 ഡേയ്സ്. അപ്പോൾ നമുക്ക് കാണാനുള്ളത് 14 ഡേയ്സിൽ എത്ര ലോവ്സ് ഓഫ് ബ്രെഡ് ബേക്ക് ചെയ്യുന്നതാണ്.
ഓക്കെ, ഇവിടെ ഡേ ആണ് തന്നിട്ടുള്ളത്. ഒരു ദിവസം 63 ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീക്സിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് loaves of bread bakes in 2 weeks. ഓക്കെ, ഒരു ഡേയിൽ 63 ആണ് ഇൻറ്റു അതിന് 2 വീക്സിലെ കാണാം. 2 വീക്സ് എന്ന് പറയുന്നത് 14 ഡേയ്സ് ആണ്. അപ്പോൾ ഇൻറ്റു 14 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 63 ഇൻറ്റു 14. 4 into 3 is 12. 12 2 we write here and 1 write as carry over. 6 into 4 is 24. 24 plus 1 25. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 3 is 3. 1 into 6 is 6. Now add 2. 5 plus 3 is 8. 2 plus 6 is 8. There are 882 loaves of bread will bake in 2 weeks. See the 10th question. The students of grade 3 contribute ₹50 each to the Red Cross Society. There are 4 sections in grade 3 with 24 children in each section. What is the total amount that grade 3 contributes to the Red Cross Society? Question ഇതാണ്. ഗ്രേഡ് 3യിലുള്ള എല്ലാ കുട്ടികളും 50 രൂപ വെച്ചിട്ട് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓരോ കുട്ടിയും 50 റുപ്പീസാണ് കൊടുത്തത്. അങ്ങനെ ഗ്രേഡ് 3യിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. ടോട്ടൽ അവർ എത്ര എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 3യിൽ 4 സെക്ഷനുകളുണ്ട്. ഓക്കെ, എ ബി സി ഡി അങ്ങനെ 4 സെക്ഷനുകളുണ്ട്. അതിൽ ഓരോ സെക്ഷനിലും 24 ചിൽഡ്രൻ ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ചിൽഡ്രൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാലല്ലേ എത്ര കുട്ടികൾ എത്ര എമൗണ്ട് 50 റുപ്പീസ് വെച്ചിട്ട് ടോട്ടൽ എത്ര ഉണ്ടാവുമെന്ന് കാണണം. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ, ദെൻ റൈറ്റ് ദി ആൻസർ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. എന്തെഴുതാം? ഒരു കുട്ടി എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന്. സോ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ എ ചൈൽഡ്. ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് 50 റുപ്പീസാണ്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാം. 4 സെക്ഷൻസ് ആണുള്ളത്. ഓരോ സെക്ഷനിലും 24 ചിൽഡ്രൻ ആണ്. അപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഈക്വൽ ടു ഓക്കെ ഒരു സെക്ഷനിൽ 24 ചിൽഡ്രൻ ആണുള്ളത് അല്ലേ. അങ്ങനെ 4 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചിൽഡ്രൻ കാണാൻ 24 into 4 നമുക്ക് ചെയ്ത് നോക്കാം. സൈഡിൽ ജസ്റ്റ് ചെയ്ത് നോക്കാം. 24 into 4. 4 4s are 16. 16ൽ 6 we write here and 1 write as carry over. 2 into 4 is 8. 8 plus 1 9. അപ്പോൾ 96 ചിൽഡ്രൻ ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഒരു കുട്ടി കൊടുക്കുന്നത് 50 റുപ്പീസാണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും എത്രയാണ്? 96 കുട്ടികൾ കൊടുത്തത് എത്രയാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ എണ്ണം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. പക്ഷേ കുട്ടികളുടെ എണ്ണം കാണാൻ വേണ്ടി നമുക്ക് ഒരു ക്ലൂ തന്നതാണ്. എന്ത്? 4 സെക്ഷൻ ഉണ്ട്. ഒരു സെക്ഷനിൽ 24 ചിൽഡ്രൻ ആണെന്ന്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് 96 ആണ്. ഇനി നമുക്ക് എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് എന്ത് എഴുതാം? എമൗണ്ട് contributed by how many children? 96 children is equal to one child 50 rupees ആണ്. അങ്ങനെ എത്ര കുട്ടികളാണ്? 96. 50 into 96 ചെയ്ത് നോക്കാം. 50 into 96. 6 into 0 നമുക്കറിയാം. 0 ഉണ്ട്. ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആണ്. 6 into 0 is 0. 5 into 6.
5 into 6 ടേബിളിൽ നോക്കുക നമുക്ക് 36 വരും. സോറി 30 വരും. 5 into 6 is 30. Next 9 into 0. 9 into 0 is 0. Then 9 into 5. 9 into 5 is 45. Now add 0, 0, 3 plus 5, 8, then 4. So the answer is 48,000. Sorry, 4,800. So എല്ലാ കുട്ടികളും കൂടി കൊടുത്ത എമൗണ്ട് 4,800 rupees ആണ്. Okay, rupees 4,800. So all of you write these 3 questions 8, 9, 10 in your notebook and also write the answers. അടുത്ത പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.